ഒരമ്മയുടെ വാത്സല്യം കിട്ടി മതിയായിട്ടുള്ള ഗുരുവായൂരപ്പനെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ജനിച്ച പാടെ സ്വന്തം അമ്മയെ ഉപേക്ഷിക്കേണ്ടി വരുന്നു. 10 വയസ്സ് വരെ ലോകത്തിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് മദർ ഇൻ ദ വേൾഡ് സാക്ഷാൽ യശോദ. അമ്മയുടെ കൂടെ 10 വർഷം വീണ്ടും തിരിച്ചു പോകുന്നു. സ്വന്തം അമ്മയെ കണ്ടപ്പോ സ്വന്തം അമ്മ കുട്ടിയായിട്ട് കണ്ടില്ല, ഭഗവാനായിട്ട് കണ്ടു. അതുകൊണ്ട് ഇന്നും നിങ്ങളെ പോലുള്ള അമ്മമാരുടെ അടുക്കളയിലാണ് ഭൂലോക വൈകുണ്ഠം എന്ന് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. നിങ്ങൾ ചോറ് വിളമ്പി വെച്ച് ഇത്തിരി തൈര് ഒഴിച്ച് ഇത്തിരി കടുമാങ്ങ കുഴച്ച് 4 ഉരുളുണ്ടാക്കിയിട്ട് ഇത് എന്റെ ഉണ്ണിക്ക് എന്ന് പറഞ്ഞ് ധ്യാനിച്ച് നിങ്ങൾ മാറ്റി വെച്ചാൽ ഗുരുവായൂരിലെ ലിറ്റർ കണക്കിന് പാൽപ്പായസം വേണ്ടാന്ന് വെച്ച് നിങ്ങളുടെ അടുക്കളയിൽ പെറ്റി കിടക്കും ഗുരുവായൂരപ്പൻ. ആ ഗുരുവായൂരപ്പനെ നിങ്ങൾക്ക് കിട്ടുന്ന പോലെ ലോകത്ത് ഒരാൾക്ക് കിട്ടില്ല. നിങ്ങളൊക്കെ തന്നെയാണ് യശോദ. ആ നിങ്ങളുടെ ഭാഗ്യത്തെ നിങ്ങൾക്ക് തന്ന പെരുന്നാളത്തപ്പം നിങ്ങൾ നമസ്കരിക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ സപ്താഹം നടക്കുന്ന സമയത്ത് അമ്മമാർക്കൊക്കെ പരിചയം ഉണ്ടാവും. ഈ ഊണ് കഴിക്കുന്നതിന് മുമ്പായിട്ടൊരു പാട്ട് പാടും. കണ്ണൻ ഉണ്ണി മാമുണ്ണണേ, ഒട്ടൂരിന്റെ വെയില് കൊണ്ടു നിൻ പൂവുടലയ്യോ താളുപോലെ തളരുന്നു അല്ലെ, മണ്ണു വാരി കളിച്ചത് മതി കണ്ണൻ ഉണ്ണി മാമുണ്ണണേ. ആ പാട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എവിടെ നൽകുന്നത്, അതിൽ മഹാദേവനെ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് ആ പാട്ടില്. ഈ ചെറുത് ഇങ്ങനെ കളിക്കാണ്ട, തുണി കൊടുക്കാണ്ട, റോട്ടിൽ കൂടെ മുഴുവൻ ഓടിയിട്ട് കൂട്ടുകാരുടെ കൂടെ കളിക്കുമ്പോ സ്വന്തം അമ്മ വിളിച്ച് പറയാണ്, കാകവേഷത്തിൽ നിൽപ്പു ശങ്കരൻ വിഷ്ണു നിർമാല്യം ഉണ്ണുവാൻ എന്നാണ്. ഉണ്ണി ഈ നിൽക്കണ കാക്ക ആരാന്നറിയോ നിനക്ക്? ഇത് സാക്ഷാൽ മഹാദേവനാണ്. എന്തിനാ ഉണ്ണി അദ്ദേഹം കാത്തു നിൽക്കുന്നത്? എന്റെ ഉണ്ണി ചോറുണ്ട് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് കൊടുക്കണം അമ്മയ്ക്ക്. അതുകൊണ്ട് എന്റെ ഉണ്ണി വന്ന് ചോറുണ്ട് എന്ന് പറയുന്ന അമ്മ. ആ അമ്മ നിങ്ങൾ ഓരോരുത്തരും ഞാൻ പറഞ്ഞു വന്നു. മഹാദേവൻ പോലും വിഷ്ണുവിന്റെ നിർമ്മാല്യം ഉണ്ണാനായിട്ട്, അത് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെറുതാണ് മഹാദേവൻ എന്ന് പറയാനല്ല ഞാൻ ഉപയോഗിച്ചത്. അത്രയധികം ഇഷ്ടമാണ് ഭഗവാനെ എന്നാണ്. ഗുരുവായൂരപ്പൻ പോലും നല്ലൊരു ഉണ്ണിയുണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിച്ചത് മഹാദേവനെയാണ്. പാശുപത വ്രതം. ഈ യശോദാമ്മ ഒരു ഒരല് കെട്ടിയിട്ടപ്പോ അത് വലിച്ചോണ്ട് പോയിട്ട് കുബേരന്റെ മക്കളായിട്ടുള്ള 2 പേർക്ക് അവിടെ നിന്ന് മോക്ഷം നൽകി അല്ലെ. ഇത്ര ഉണ്ടായിരുന്ന സാധനം അത് ഒരല് പോലും ഒതുങ്ങി കിടന്നില്ല. കുറൂരമ്മ എന്ന് പറയുന്ന ഒരു അമ്മ കറിക്കൊലം കൊണ്ട് അടച്ചപ്പോ 3 മണിക്കൂർ അതിന്റെ ഉള്ളിൽ അനങ്ങാണ്ട കിടന്നു. ഞാൻ എങ്ങോട്ടും പോണില്ല. 1 ഇഞ്ച് അനക്കിയില്ല പാത്രം. അവിടെ കിടക്ക കൃഷ്ണ എന്ന് പറഞ്ഞപ്പോ അവിടെ കടന്നു. പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരാളെ നിയന്ത്രിക്കാൻ പ്രിയപ്പെട്ടവരെ, അമ്മമാരെ, നിങ്ങൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. അതാണ് നിങ്ങളുടെ മഹത്വം. പ്രപഞ്ചം മുഴുവൻ ആരാണോ നിയന്ത്രിക്കുന്നത് അയാളെ നിയന്ത്രിക്കുന്ന ആളാണ് നിങ്ങൾ. ആ നിങ്ങളുടെ ഭാഗ്യത്തെ വളരെ നന്ദിയോടുകൂടി സ്മരിക്കണം. നിങ്ങൾ ഓരോരുത്തരും യശോദയാവട്ടെ.